അതിരപ്പള്ളിയിൽ മസ്തകത്തിന് പരിക്കേറ്റതിന് ചികിത്സ നൽകിയ ആന വീണ്ടും പ്ലാന്റേഷൻ തോട്ടത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആനയുടെ പുതിയ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. എസ് ലിഷോയി ചേരുന്നുണ്ട്. ലിഷോയി, ആന പുറത്തേക്ക് വരുമ്പോൾ ആ ദൃശ്യങ്ങളിൽ നിന്നും ആരോഗ്യം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടി വ്യക്തമാകുന്നുണ്ടോ? തൃപ്തികരമെന്ന് തോന്നുന്ന ദൃശ്യങ്ങളാണോ പുറത്തേക്ക് വരുന്നത്? ഇപ്പോഴും ഈ തോട്ടത്തിന്റെ ഭാഗത്ത് നിലയുറപ്പിക്കുകയാണോ ആന? ഇന്ന് ഏകദേശം 5 മണിയോട് കൂടിയാണ് ആനയെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ മേഖലയിൽ കണ്ടെത്തിയത്. കാലടി പ്ലാന്റേഷൻ മേഖലയിൽ അതിരപ്പള്ളിയുടെ ഭാഗത്ത് ആണ്, ഈ ഏഴാറ്റുമുഖം ഭാഗത്തു നിന്ന് ഉള്ളിലേക്ക് പോയുള്ള ഭാഗത്താണ് ആനയെ കണ്ടെത്തിയിരിക്കുന്നത്. ഈ മേഖലയിൽ നേരത്തെയും ഇതേ ആനയുടെ സാന്നിധ്യം നേരത്തെയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആന സ്ഥിരമായി ഈ മേഖലയിൽ ഉണ്ടാകാറുള്ളതാണ് എന്നുള്ളതാണ് വനംവകുപ്പിൻ്റെ ഒരു നിഗമനം. ഈ ആനയ്ക്ക് ഈ മുറിവ് സുഖപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള മരുന്നൊക്കെ വെച്ചതിന് ശേഷം വാച്ചർമാരെ നിരീക്ഷണത്തിന് വേണ്ടി വെച്ചിരുന്നു. ഈ വാച്ചർമാർ പൂർണ്ണ സമയവും ഈ ആനയെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയും, അതായത് ആരോഗ്യസ്ഥിതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയും അവരെ ചുമതലപ്പെടുത്തിയിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം മുതൽ ആനയെ ഈ വാച്ചർമാർക്ക് കണ്ടെത്താനായി കഴിഞ്ഞിരുന്നില്ല. ഉൾവനത്തിലേക്ക് ആന കയറിപ്പോയി എന്നുള്ളതാണ് ഈ പ്രദേശത്ത് ഉണ്ടായിരുന്ന വാച്ചർമാരുൾപ്പെടെയുള്ളവർ, വനംവകുപ്പ് ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ളവർ നമുക്ക് നൽകിയ വിവരം. പക്ഷേ ഇന്നിപ്പോൾ വീണ്ടും ആന ഈ മേഖലയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ആനയുടെ ആരോഗ്യസ്ഥിതി ഈ ഒറ്റനോട്ടത്തിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വ്യക്തമല്ല എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ നേരത്തെ ഈ മുറിവേറ്റ് നടന്നിരുന്ന സമയത്ത് കണ്ടതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടിട്ടുണ്ട്. ഈ ചികിത്സ ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്ന ഒരു കാര്യം. അതിന് ഒരു കാര്യം പ്രത്യേകമായി എടുത്തു പറയുന്നു. കാരണം നേരത്തെ ആനയുടെ മസ്തകത്തിലെ മുറിവിൽ നിന്ന് ആ പഴുപ്പ് ഒലിച്ചിറങ്ങിയിരുന്നു. പക്ഷേ ഇപ്പോൾ ആ മുറിവിൽ നിന്ന് അങ്ങനെ പഴുപ്പ് ഒലിച്ചിറങ്ങുന്നില്ല എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആനയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു പ്രാഥമിക നിഗമനമുണ്ട്. പക്ഷേ അത് കൂടുതലായി ആനയെ നിരീക്ഷിച്ചാൽ മാത്രമേ ഇനി ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ആനയ്ക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തായാലും അറിയുകയുള്ളൂ. ഡോക്ടർ അരുൺ സക്രി ഉൾപ്പെടെയുള്ള സംഘം എത്തിയ ശേഷം ആനയെ മയക്കുപിടി വെച്ച് പിന്നീട് ആനയ്ക്ക് മുറിവുണങ്ങുന്നതിന് വേണ്ട ചികിത്സകൾ നൽകിയ ശേഷം വീണ്ടും ആനയെ വിട്ടയക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ആനയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ വീണ്ടും മാതൃഭൂമി ന്യൂസ് ക്യാമറയ്ക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. എന്തായാലും അത് വലിയ ആശ്വാസകരമായ കാര്യമായി തന്നെയാണ് അവിടുത്തെ ആളുകൾ പറയുന്നത്. ഈ മേഖലയിൽ സ്ഥിരമായി ഈ ആന ഇറങ്ങാറുണ്ട്. പക്ഷേ ആനയുടെ ആരോഗ്യസ്ഥിതിയിൽ വലിയ മെച്ചം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ വനംവകുപ്പ് അത്തരത്തിലൊരു സ്ഥിരീകരണത്തിലേക്ക് എന്തായാലും എത്തിയിട്ടില്ല. എന്തായാലും അതെല്ലാം തന്നെ നിരീക്ഷിച്ചു വരികയാണെന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ശരി, ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്.